ओ- ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। हरे कृष्ण। ശ്രീല പ്രഭുപാദ് ഭക്തിശാസ്ത്രി ഇത് എടുക്കാനുള്ള ഭക്തിശാസ്ത്രി എല്ലാവരും പഠിക്കണം എന്നുള്ളൊരു നിർദ്ദേശം എല്ലാവർക്കും പ്രഭുപാദ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് വരാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ ഏകദേശം 1970-കളില് പ്രഭുപാദിന്റെ ഒരുപാട് ശിഷ്യന്മാര് ഓരോ ടെമ്പിളിലും ഓരോ ദിവസവും ശിഷ്യന്മാര് ജോയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരുപാട് പുതിയ പുതിയ ശിഷ്യന്മാര് വന്നുകൊണ്ടിരുന്നു. ആ സമയത്ത് എല്ലാവരും ബുക്ക് ഡിസ്ട്രിബ്യൂഷനും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ പലരും ബുക്സുകൾ വായിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് പ്രഭുപാദ് ഫേമസ് ആയിട്ടുള്ള ഒരു ലെറ്റർ എഴുതിയത് ടെമ്പിൾ പ്രസിഡന്റിനോട്ട്. നമ്മൾ പാല് ഒരുപാട് ആഡ് ചെയ്തുകൊണ്ടിരുന്ന പാലില് വീണ്ടും വീണ്ടും ആഡ് ചെയ്ത് അതൊരിക്കലും കുറുകത്തില്ല. അപ്പൊ ഉള്ള പാലിനെ നല്ലപോലെ കുറുക്കണം എന്ന് പറഞ്ഞ് പ്രഭുപാദ് ഒരു ലെറ്റർ എഴുതി. അപ്പൊ അപ്പോഴാണ് ഈ പ്രഭുപാദ് പലരും ബുക്സ് ഒക്കെ വിതരണം ചെയ്യുന്നുണ്ട്, പക്ഷെ ബുക്സ് വായിക്കുന്നില്ല എന്നുള്ള ഒരു ഇത് പ്രഭുപാദ് മനസ്സിലായിട്ട് പ്രഭുപാദ് അപ്പോഴാണ് ഈ ഭക്തിശാസ്ത്രി സിസ്റ്റം കൊണ്ടുവന്നത്. ഈശോപനിഷത്ത്, ഭഗവത്ഗീത, ഭക്തിരസാമൃത സിന്ധു, ഉപദേശാമൃതം, ഈ ബുക്സുകൾ ആ സമയത്തുള്ള ബുക്സുകൾ എഴുതിയിട്ട് പ്രഭുപാദ് തന്നെ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കി പ്രഭുപാദ് ഇട്ടിട്ടുണ്ടായിരുന്നു. ജന്മാഷ്ടമിക്കൊക്കെ എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻസ് അയച്ചു കൊടുത്തിട്ട് അവർക്ക് പ്രഭുപാദ് തന്നെ ഒരു ചിട്ടപ്പെടുത്തിയ സർട്ടിഫിക്കറ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു ഭക്തിശാസ്ത്രി എന്ന്. ഇങ്ങനെ പ്രഭുപാദ് പറഞ്ഞു, എന്റെ ശിഷ്യന്മാർ ഇങ്ങനെ ഭക്തിശാസ്ത്രി, ഭക്തി വൈഭവ, ഭക്തി വേദാന്ത ഈ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ എടുക്കുമ്പോൾ അവർക്ക് ഭാവിയിൽ ശിഷ്യന്മാരെ ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട് പറ്റും, ദീക്ഷ കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞ് അങ്ങനെ പ്രഭുപാദ് എല്ലാവരെയും എൻകറേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മള് ഒരുപാട് ഈ ബുക്സ് വായിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഭക്തിശാസ്ത്രി എന്ന് പറഞ്ഞ കോഴ്സ് ഉള്ളത്. നമ്മള് ചിലപ്പോൾ ദീക്ഷയ്ക്കൊക്കെ വായിക്കും, പിന്നെ നമ്മളത് ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ല. പക്ഷെ ബുക്സ് ആണ് ബേസിസ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കി തരാനാണ് ഈ ഭക്തിശാസ്ത്രി കോഴ്സ് പ്രഭുപാദ് വിഭാവനം ചെയ്തത്. അപ്പൊ അതിന്റെ ഒരു പാർട്ടാണ് ഈശോപനിഷത്ത്. പ്രഭുപാദ് ഓരോന്നും എഴുതിയിരിക്കുന്നത് ഓരോ ഈ 4 ബുക്കുകളെ എടുത്തേക്കുന്നത് അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. വേദങ്ങളിൽ കൂടുതലും കർമ്മകാണ്ഡ കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ ഇന്ന നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം, അപ്പൊ നമുക്ക് സ്വർഗലോകങ്ങൾ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ കിട്ടും എന്നൊക്കെ ഒരു കാര്യങ്ങൾ പറഞ്ഞിരുന്നു. നമ്മൾ എന്തായാലും ഇന്ദ്രിയാസ്വാദനത്തിനാണ് ഈ ഭൗതിക ലോകത്തിൽ വന്നത്. അപ്പൊ നമുക്ക് ക്രമീകമായ ഇന്ദ്രിയാസ്വാദനം ചെയ്ത് നമ്മൾക്ക് ക്രമേണ ഉയരണം. അതിനുവേണ്ടിയാണ് വേദങ്ങളിൽ മിക്കതും കർമ്മകാണ്ഡ സിറ്റുവേഷൻസ് എല്ലാം പറയുന്നത്. ഇന്ന ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സ്വർഗലോകത്തിൽ പോകാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് അതിനാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ക്രമേണ കുറച്ച് ആൾക്കാർക്ക് കഴിയുമ്പോഴത്തേന് ഇതൊന്നും അല്ല സന്തോഷം, ഇതിന് ഉപരിയായിട്ട് എന്തെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞു തരുന്ന ഇതാണ് ഉപനിഷത്തുകൾ. ഇപ്പൊ വേദങ്ങളിൽ ഇന്ദ്രിയ ആസ്വാദനം ചെയ്ത് വരുന്ന വ്യക്തികൾക്ക് ഇതല്ല, മറ്റെന്ത് ഒരു പരമമായ സത്യമുണ്ട്, അതിലേക്കാണ് നിങ്ങൾ പോകേണ്ടതെന്ന് പറഞ്ഞു തരുന്നതാണ് ഉപനിഷത്തുകൾ. ആ ഉപനിഷത്തുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപനിഷത്താണ് ഈശ ഉപനിഷത്ത്. ഈശ ഉപനിഷത്ത്. ഈശ എന്ന് പറഞ്ഞ കൺട്രോളർ എന്നാണ്. കൺട്രോളർ, സുപ്രീം കൺട്രോളർ, പരമമായ നേതാവ്, അതിനെയാണ് ഈശോപനിഷത്ത് എന്ന് പറയുന്നത്. എല്ലാം ഭഗവാനാൽ കൺട്രോൾ ചെയ്യപ്പെടുന്നതാണ്. അപ്പൊ ആരാണ് പരമമായ നേതാവ് എന്ന് നമുക്ക് പറഞ്ഞു തരുന്നതാണ് ഈശോപനിഷത്ത്. പിന്നെ അങ്ങനെ ഉപനിഷത്തുകളുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്മൃതി ഗ്രന്ഥങ്ങൾ ഇതൊക്കെയുണ്ട്. അത് സ്മൃതി ഗ്രന്ഥങ്ങളിൽ മഹാഭാരതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാട്ടാണ് ഭഗവത്ഗീത. അപ്പം ആരാണ് നേതാവ്? ഇതിനകത്ത് ഈ ഈശോപനിഷത്ത് നോക്കിക്കഴിഞ്ഞാൽ കൃഷ്ണന്റെ പേരോ വിഷ്ണുവിന്റെ പേരോ കാണത്തില്ല.
നേന്താവുണ്ട്, ഒരു പരമമായ ഇതുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പൊ ഒരു കൊച്ചുകുട്ടിക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഇവിടെ ഈ കേരളത്തില് ഒരു ചീഫ് മിനിസ്റ്റർ ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുക. ഇതിന്റെ പേരൊന്നും പറഞ്ഞു കൊടുക്കണമെന്നില്ല, ചീഫ് മിനിസ്റ്റർ ആണ് ഇതിനെല്ലാം നിയന്ത്രിക്കുന്നത് എന്ന് നമ്മൾ കൊച്ചുകുട്ടിക്ക് പറഞ്ഞു കൊടുക്കും. അതേപോലെയാണ് വേദങ്ങളിൽ വന്ന ആൾക്കാർക്ക് കുറച്ചും കൂടെ ഉയർന്ന ഒരു തലം കൊടുക്കുന്നതാണ് ഈ ഉപനിഷത്തുകൾ. ഇപ്പൊ ഒരു നേന്താവ് ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ ആ നേന്താവ് ആരാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് ഭഗവത്ഗീത. ആ പരമമായ നേന്താവ് ആരെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് ഭഗവത്ഗീത. ഭഗവത്ഗീതയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭഗവാൻ അഹം സർവസ്യ പ്രഭവം അത്ത സർവം പ്രവർത്തത ഇതിമത്വ ഭജന്തേമ ബുദ്ധമാ 10:8 പറയുന്നുണ്ട്, ഞാനാണ് എല്ലാത്തിന്റെയും സ്രോതസ്, എന്നിൽ നിന്നാണ് എല്ലാം വരുന്നത് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. മയദ്ദേശിന പ്രകൃതി സുവിദേശ ചരാചരം, എന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ പ്രകൃതി മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നുണ്ട്. അപ്പം ഈശോപനിഷത്തിൽ ഒരു കൺട്രോളർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈശോപനിഷത്തിൽ എല്ലാ ഉപനിഷത്തുകളിലും പരമമായ നേന്താവ് ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഭഗവത്ഗീതയിൽ ആരാണ് ആ നേന്താവ്, കൃഷ്ണനാണ് ആ നേന്താവ് എന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ഭക്തിരസാമൃത സിന്ധുവിൽ വരുമ്പോഴത്തേന് ആ നേന്താവ് പരമമായ ഈശ്വരൻ കൃഷ്ണനുമായിട്ട് പരമമായി നേന്താവുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ ബന്ധം എന്താണ്, നമ്മളും ഈശ്വരനും തമ്മിലുള്ള ബന്ധം എന്നുള്ളത് പറഞ്ഞു തരുന്നതാണ് നെക്ടർ ഓഫ് ഡിവോഷൻ. ഭക്തി സംസം. അതിനു മുമ്പ് ഉപദേശാമൃതത്തിന്റെ ഇതെന്ന് പറഞ്ഞാല് ഒരു ഭക്തൻ എന്തൊക്കെ നിർദ്ദേശങ്ങൾ പാലിക്കുകയാണെങ്കിൽ ആ ഒരു ഭഗവാനുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക. അതാണ് ഭക്തി ഉപദേശാമൃതം രൂപഗോസ്വാമി. അത് തുടക്കക്കാരന് എങ്ങനെ ഹയസ്റ്റ് പെർഫെക്ഷൻ എത്താം, അത് കുറച്ച് ശ്ലോകങ്ങൾ കൊണ്ട് രൂപഗോസ്വാമി ഇത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, ഉപദേശാമൃതം. അത് കഴിഞ്ഞിട്ട് ആ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് എന്താണെന്നും അതിലെങ്ങനെയാണ് ആ ബന്ധം എന്താണെന്ന് നമുക്ക് പറഞ്ഞു തരുന്നതാണ് ഭക്തിരസാമൃതം. അതാണ് ശ്രീല പ്രഭുപാദ ഈ 4 ബുക്സുകൾ എടുത്തത്. എല്ലാ ഫോൾഡിൽ നിന്നും അതുണ്ട്. ഇതൊക്കെ ഈ ഉപനിഷത്തുകളൊക്കെ ശ്രുതിയിൽ വരും. ഉപനിഷത്ത് ശ്രുതിയിൽ വരും. പിന്നെ ഭഗവത്ഗീത അത് വരുമ്പോഴത്തേന് സ്മൃതിയിൽ വരും. പിന്നെ അടുത്ത ഉപദേശാമൃതം. അപ്പൊ അതെന്ന് വെച്ചാൽ വേദാന്ത സൂത്രത്തിന്റെ ശ്രുതി സ്മൃതി ന്യായം, ഇതാണ് 3 പ്രസ്ഥാനത്രയം എന്ന് പറഞ്ഞാൽ. ശ്രുതി സ്മൃതി ന്യായം. ന്യായം എന്ന് പറഞ്ഞാൽ വേദാന്ത സൂത്രം. ഈ വേദാന്ത സൂത്രത്തെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഈ ഭക്തി ശാസ്ത്രങ്ങൾ. ഉപദേശാമൃത ആവട്ടെ, ഭക്തിരസാമൃത സിന്ധു ആവട്ടെ, എല്ലാ ഇതിൽ നിന്നും നമുക്ക് ഫുള്ളായിട്ടുള്ള ഒരു ഇത് കിട്ടാൻ വേണ്ടിയാണ് പ്രഭുപാദ ഈ 4 ബുക്സുകളും നമുക്ക് നൽകിയിട്ടുള്ളത്. അതാണ് നമ്മൾ ഭക്തിശാസ്ത്രി പഠിക്കുന്നതിന്റെ ഉദ്ദേശം. നമുക്ക് ആ ഡീപ്പായിട്ട് ആ ഒരു നോളജ് കിട്ടും, എന്താണ് നമ്മൾ പോകുന്ന പാത എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ അതാണ് നമുക്ക് ഈ ഭക്തിശാസ്ത്രിയുടെ ഇമ്പോർട്ടൻസ്. ഇനി നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് ഭക്തിശാസ്ത്രി പഠിക്കുന്ന സ്റ്റുഡൻസ്, അവർക്ക് ഈശോപനിഷത്തിന്റെ എക്സാം വരികയാണ്. അപ്പൊ അതിനെക്കുറിച്ച് അതിന്റെ ക്വസ്റ്റ്യൻസും എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇതിനകത്ത് കൂടിയത്. അപ്പം ഇതിനെല്ലാം പറയാൻ പറ്റത്തില്ല. അപ്പൊ എന്താണ് പറയേണ്ടത് എന്നുള്ളത് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ്. അപ്പോ ചോദ്യങ്ങൾ ചോദിക്കും. ഇതായിരിക്കും മെയിൻ ചോദ്യങ്ങൾ വരുന്നത്. പിന്നെ ഒരു എസ്സേ ഉണ്ടാവും, പിന്നെ ഉപമകളും ചോദിക്കും. ഇല്ല, പ്രഭു കഴിഞ്ഞല്ലേ പോയി. എങ്ങനെയായിരുന്നു? ഞാൻ മറ്റേ ഈ ഭക്തിശാസ്ത്രി അല്ല എടുത്തത്, അതുകൊണ്ട് ചോദിക്കത്തില്ല. ഉപസ്വാധ്യായ ചോദ്യത്തിൽ 17 ചോദ്യങ്ങളുണ്ട്. അതിൽ നിന്ന് തന്നെ 80% ചോദ്യങ്ങൾ ചോദിക്കും. ഒരു എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കും. എസ്സേ ഒരു 10 മാർക്ക്, 10 മാർക്കിന് തീർക്കും. അത് ഏതെങ്കിലും മിക്കവാറും ഈശാവാസ്തു സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങളുടെ ജീവിതം
ഇതിലെങ്ങനെ അങ്ങനെ റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രത്തിനെ ഓർത്ത് ചോദിക്കുക. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഉപമകൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഉപമകളുമായിട്ട് ബന്ധപ്പെടുത്തി ചോദിക്കാറുണ്ട്. ഈ മാച്ച് ചെയ്യാൻ വേണ്ടി രണ്ട് കീവേഡ്സ് കൊടുത്തിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ലെവലാണ്. അപ്പൊ ഉപമ വായിച്ചാൽ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. ഇതിന്ന് ചോദിക്കത്തുള്ളൂ അല്ലേ? ഇതിനെ ചോദിക്കും. പുറത്തുനിന്നൊന്നും ചിലപ്പോൾ ഒരേ കീവേഡ്സ് വെച്ച് കണക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇതിലൊന്നും സംശയങ്ങളില്ലല്ലോ പോയി പൂർവാസ്വാദ്യ ചോദ്യങ്ങൾ എല്ലാം അതിനകത്തുള്ളത് തന്നെയല്ലേ? എല്ലാം ഉള്ളത് തന്നെ. ഇല്ല, ഉള്ളത് തന്നെയാണെങ്കിൽ പിന്നെ പ്രശ്നമില്ല. പിന്നെ മധ്യഭാഗം ചോദിക്കും. പിന്നെ അവസാനം നമ്മൾ എങ്ങനെയാണ് ഇത് എഴുതി നിർത്തുന്നത്, ഭൂപാതക എന്ന് പറഞ്ഞു നിർത്തണം. എസ് എ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ ഒരു എക്സേ ആണ് കിട്ടിയെങ്കിൽ നമ്മൾ ആദ്യം ഉടനെ എഴുതി തുടങ്ങരുത്. ഒന്ന് ജസ്റ്റ് ഒരു മിനിറ്റോ എങ്ങാനും ആ ക്വസ്റ്റ്യൻ ശരിക്കും ആഴത്തിൽ പഠിക്കണം. എന്താണ് ക്വസ്റ്റ്യനിൽ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, എന്താണ് അവർക്ക് വേണ്ടത് എന്നുള്ളത് കാര്യങ്ങൾ പഠിക്കണം. പഠിച്ചിട്ട് നമ്മുടെ മൈൻഡിൽ ഇന്ന രീതിയിൽ എഴുതാന്നൊരു ഇത് വെച്ചിട്ട് അങ്ങ് എഴുതാം. അങ്ങനെയാണ് എഴുതുന്നത്. ഇമീഡിയറ്റ്ലി മറ്റേ ക്വസ്റ്റ്യൻസ് എഴുതുന്ന പോലെ അങ്ങ് എഴുതരുത്. ഒരു പ്ലാൻ കാണുന്നത്, ഒരു വൃത്തി കാണത്തില്ല അതിനകത്ത് എസ്സേയിൽ. നമ്മൾ ഒന്ന് മൈൻഡിൽ തയ്യാറാക്കിയിട്ട് എഴുതാം. ഏത് ക്വസ്റ്റ്യൻ ഉൾക്കൊള്ളണം. അവസാനം ഒന്ന് കൺക്ലൂഡ് ചെയ്യണം. കൺക്ലൂഡ് ചെയ്യാന്ന് വെച്ചാൽ അവസാനം ഇതിൽ നിന്ന് ഇതാണ് നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നത് എന്നുള്ള കാര്യം നമുക്ക് അതിനകത്ത് എഴുതാം. ശ്ലോകം എഴുതണമെന്നില്ല മാജി. നമുക്കിപ്പം ഒരു എസ്സേ ഇതൊക്കെ എസ്സേ അല്ലെ? ഇതാണ് ജസ്റ്റ് പറയാം. 3 എസ്സേ ആണ് ഇതിനകത്ത് എഴുതിയേക്കുന്നത്. പ്രഭുവിന് ഈ പേപ്പർ ഉണ്ടോ? അത് പ്രധാനമാണ് ബ്രോ. ഇത് എപ്പോഴും ഇത് വെച്ചിട്ട് വേണം നമ്മൾ പഠിക്കാൻ. ഇതിനകത്തുണ്ടോ എസ്സേ? തുറന്ന ചോദ്യം അതൊന്നും എനിക്ക് തോന്നുന്നില്ല എസ്സേ ആയിട്ട് ചോദിക്കുന്നത്. അതിനകത്ത് മധ്യമാധികാരി, ഉത്തമാധികാരി, അത് അല്ല. ആദ്യം കനിഷ്ഠാധികാരി, പിന്നെ മധ്യമാധികാരി, പിന്നെ ഉത്തമാധികാരി. കനിഷ്ഠാധികാരി എന്ന് വെച്ചാൽ മെറ്റീരിയലിസ്റ്റിക് ഡിവോട്ടിയാണ്. മെറ്റീരിയലിസ്റ്റിക് ഡിവോട്ടി എന്ന് വെച്ചാൽ അവർക്ക് ഈശ്വരനോട്, ഇതിപ്പോ ഞാൻ എന്റെ വേർഡ്സിലാണ് പറഞ്ഞു. ഞാൻ ബുക്ക് എനിക്ക് റെഫർ ചെയ്താലേ കറക്റ്റ് പ്രഭുപാന്റെ വേർഡ്സ് ആയിട്ട് പറയാൻ പറ്റും. നിങ്ങൾ നോക്കിയാൽ മതി. അത് ഞാൻ ജസ്റ്റ് ഒരു ഐഡിയാസേ പറഞ്ഞുള്ളൂ. കാരണം ഞാൻ ഈ ബുക്ക് ഇപ്പൊ വായിച്ചിട്ട് അന്ന് പ്രഭു വന്നപ്പോ വായിച്ചു, പിന്നെ വായിച്ചിട്ടില്ല. മധ്യമാധികാരി എന്ന് കനിഷ്ഠാധികാരി എന്ന് പറഞ്ഞാല് ഭൗതിക ആഗ്രഹം കൊണ്ട് ഭഗവാന്റെ അടുത്ത് എത്തുന്നവരെയാണ് കനിഷ്ഠാധികാരി എന്ന് പറയുന്നത്. അവർക്ക് ഭഗവാനോട് പല പല കാര്യങ്ങൾ ചോദിക്കും. അവർക്ക് ഭഗവാനോടുള്ള സ്നേഹം നിമിത്തം അല്ല ഭഗവാന്റെ അടുത്ത് വരുന്നത്, ഭൗതിക ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയാണ് വരുന്നത്. ഇപ്പൊ നമുക്ക് അർത്ഥാർത്ഥി, ജിജ്ഞാസു, ജ്ഞാനീച്ച, ഭാരതർഷഭ എന്ന് പറയുമ്പം അതിനകത്ത് അർത്ഥാർത്ഥിയും വിഷമം കൊണ്ട് വരുന്നയാളും പണത്തിന് വേണ്ടി വരുന്നയാളും കനിഷ്ഠാധികാരിയായിട്ടാണ് വെക്കുന്നത്. ഇപ്പം നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഭഗവാന്റെ അടുത്ത് വരുന്ന വ്യക്തികളാണ്. അപ്പൊ അവർക്ക് വിശ്വാസം തീരെ കുറവാണ്. 2 കാര്യങ്ങൾ ഇപ്പൊ ഓർക്കണം. ഒന്ന് വിശ്വാസവും ഒന്ന് ജ്ഞാനവും. വിശ്വാസം, ജ്ഞാനം. ഈ വിശ്വാസവും കുറവാണ്, ജ്ഞാനവും കുറവാണ്. അതാണ് കനിഷ്ഠാധികാരി. അവർക്ക് ഭഗവാന് പൂർണ്ണമായ വിശ്വാസവും കുറവാണ്. ഈ വേദശാസ്ത്രങ്ങൾ അറിയത്തുമില്ല, ബുക്കുകളും അറിയത്തില്ല, രണ്ടും അറിയത്തില്ല. അതിനെയാണ് കനിഷ്ഠാധികാരി എന്ന് പറയുന്നത്. വിഗ്രഹങ്ങളില്, ഓരോ വ്യക്തികളില്, അതിലൊക്കെയാണ് അവർക്ക് ഭഗവാൻ എല്ലായിടത്തും നിൽക്കുന്നു, എല്ലാം ഭഗവാന്റെ അംശങ്ങളാണ് എന്നുള്ള ബോധ്യമൊന്നുമില്ല. ജസ്റ്റ് ആ ഒരു ഇമോഷണലി അവര് അക്സെപ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അവർക്ക് ആ നോളജ് ഇല്ല, നോളജും ഇല്ല,
പൂർണ്ണമായ ഫെയ്ത്തും ഇല്ല. ആരെങ്കിലും നിരീശ്വരവാദികൾ വന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവര് ടെൻസ്ഡ് ആവും, വിഷമിക്കും. അതാണ് കനിഷ്ഠാധികാരി. മധ്യമാധികാരി എന്ന് പറയുമ്പോഴത്തേന് ആ വ്യക്തിക്ക് ഫെയ്ത്ത് ഉണ്ട്, പക്ഷെ നോളജ് ഇല്ല. നോളജ് ഉണ്ട്, പക്ഷെ വളരെ കുറവാണ്. അപ്പം കനിഷ്ഠാധികാരിക്ക് ഫെയ്ത്തും ഇല്ല, നോളജും ഇല്ല. മധ്യമാധികാരിക്ക് നോളജ് ഉണ്ട്, അല്ല ഫെയ്ത്ത് ഉണ്ട്, പക്ഷെ നോളജ് പ്രോപ്പർ ആയിട്ടില്ല. ശാസ്ത്രങ്ങളിലെ പൂർണ്ണമായിട്ടുള്ള ഇത് ഇതാണ് മധ്യമാധികാരി. മധ്യമാധികാരി 4 പേരെയും ഡിഫറൻഷിയേറ്റ് ചെയ്യും, തമ്മിൽ തിരിച്ചറിയാൻ പറ്റും. ആരാണ് ഭഗവാൻ എന്ന് അദ്ദേഹത്തിന് മനസ്സിലാകും, ആരാണ് ഭക്തന്മാരെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവും, ആരാണ് നിഷ്കളങ്കരായ വ്യക്തികൾ എന്ന് മനസ്സിലാവും, ആരാണ് അസൂയാലുക്കൾ എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവും. അങ്ങനെ ചെയ്യുന്ന ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഭഗവാന്റെ അടുത്ത് സറണ്ടർ ചെയ്യും, ഭക്തന്മാരുടെ അടുത്തുനിന്ന് കേൾക്കും, നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പ്രീച്ച് ചെയ്യും, അസൂയാലുക്കളിൽ നിന്ന് മാറി നിൽക്കും. ഇതാണ് മധ്യമാധികാരി. അയാൾക്ക് ഫെയ്ത്ത് ഉണ്ട്, പക്ഷെ വിശ്വാസമില്ല, നോളജ് ഇല്ല. ഉത്തമാധികാരി എന്ന് വെച്ചാൽ അയാൾക്ക് ഫെയ്ത്തും ഉണ്ട്, നോളജും ഉണ്ട്, രണ്ടും ഉണ്ട്. അതാണ് ഉത്തമാധികാരി. ഉത്തമാധികാരിക്ക് അദ്ദേഹം പ്രഭുപാദ് പറയുന്നത് കനിഷ്ഠാധികാരി വീണു പോവാം, ഭക്തി വീണു പോവാം. അധികാരി വീഴത്തില്ല, ഫെയ്ത്ത് ഉള്ളതുകൊണ്ട് അയാൾ വീഴത്തില്ല. പക്ഷെ ഉത്തമാധികാരി വീഴുന്ന പ്രശ്നമേ ഇല്ല. അങ്ങനെയാണ് പ്രഭുപാദ് പറഞ്ഞത്. അവര് മധ്യമാധികാരി, കാരണം ഉത്തമാധികാരി എന്താ കാണുന്ന വെച്ചാല്, ഇപ്പൊ നമ്മളൊക്കെ എല്ലാവരുടെയും കുറ്റങ്ങൾ കാണാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, മറ്റുള്ളവരുടെ കുറ്റം കാണാനായിട്ട് ഇഷ്ടമാണ്. പക്ഷെ ഉത്തമാധികാരി ലെവലിൽ വരുമ്പം മറ്റുള്ളവരുടെ കുറ്റത്തെക്കാളിലും സ്വന്തം കുറ്റങ്ങളെയൊക്കെ ഒരുപാട് കാണാൻ പറ്റും. ഇപ്പൊ ഒരു ഉത്തമാധികാരി ആണെങ്കിൽ അത് മറ്റൊരാൾ, എനിക്ക് ഇത്ര അഴുക്കുണ്ട്, മറ്റേയാൾക്ക് നമ്മൾ കാണുമ്പോൾ മറ്റേയാൾക്ക് ഒരുപാട് അഴുക്കുണ്ടാവും. പക്ഷെ ഉത്തമാധികാരിയുടെ കാഴ്ചയിൽ അയാള് എന്നെക്കാട്ടിലും എത്രയോ ഉന്നതനായിരിക്കും ചെയ്യും. ഇപ്പൊ അയാൾ ചിലപ്പോൾ മദ്യപിക്കുന്ന ആളായിരിക്കും, പക്ഷെ അയാൾ സ്വന്തം അഴുക്കിനെ അത്രത്തോളം കാണുന്ന വ്യക്തിയാണ് ഉത്തമാധികാരി. സ്വന്തം പോരായ്മകൾ അത്രത്തോളം കാണുന്നതാണ്. അപ്പം അയാളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഉന്നതമായിട്ടുള്ള ആൾക്കാർ, എല്ലാവരും ഹയസ്റ്റ് ആണ്. അങ്ങനത്തെ ഒരു പൊസിഷനിൽ അത് ഒരു ഭയങ്കര ഹയസ്റ്റ് പൊസിഷൻ. അതാണ് ഈ വംശിധാരി ബാബജി മഹാരാജൊക്കെ, അവരൊക്കെ എന്ത് ചെയ്യുന്ന വെച്ചാല് ഈ ബാത്റൂമിലോ എവിടെയെങ്കിലും പോയിരുന്ന് ജപിക്കും. കാരണം ഞാൻ അത്രയും മോശപ്പെട്ട വ്യക്തിയാണ്, എന്നെ കാണുന്നത് തന്നെ ആൾക്കാർക്ക് അവർക്ക് തന്നെ കണ്ടാമിനേഷൻ ആണെന്ന് സ്വയം വിചാരിക്കുന്ന വ്യക്തിയാണ് അവരൊക്കെ. അതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു തലമാണ്. അത്രയും ഹ്യൂമിലിറ്റിയും സ്വന്തം അഴുക്കിനെ അത്രയും കാണുന്നവരാണ് അവര്. ബാക്കി എല്ലാവരും നല്ല ആൾക്കാരായിട്ടേ അവർക്ക് തോന്നും. ആ ഒരു പൊസിഷനിൽ ആർക്കും പ്രീച്ച് ചെയ്യാൻ പറ്റത്തില്ല, ഒരാളെ കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഉത്തമാധികാരി മധ്യമാധികാരിയുടെ ലെവലിലേക്ക് ഇറങ്ങി വരും. ഇറങ്ങി വന്നിട്ട് അവർ ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഭഗവാൻ ഇതാണ്, ഭക്തന്മാർ ഇതാണ്, നിഷ്കളങ്കരായ ഇതാണ്, അസൂയാലുക്കളാണ്. അങ്ങനെ അവർ അസൂയാലുക്കളെ അവോയ്ഡ് ചെയ്യും, നിഷ്കളങ്കരായിട്ടുള്ളവരെ പ്രീച്ച് ചെയ്യും, ഭക്തന്മാരിൽ നിന്ന് അസോസിയേഷൻ എടുക്കും, ഭഗവാനെ സറണ്ടർ ചെയ്യും. അങ്ങനെ ഉത്തമാധികാരി. അപ്പം പ്രഭുപാദിനെ പോലുള്ള വ്യക്തികളൊക്കെ ഉത്തമാധികാരി സ്റ്റേജാണ്. അവര് മധ്യമാധികാരി സ്റ്റേജിലോട്ട് ഇറങ്ങി വന്നിട്ടാണ് പ്രീച്ച് ചെയ്യുന്നത്. പ്രഭുപാദിന്റെ ആ ഒരു മരണസമയമൊക്കെ ആയ സമയത്ത് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, അഭിരാം പ്രഭു ഉണ്ട്, പ്രഭുപാദിന്റെ ശിഷ്യൻ. അദ്ദേഹം ഇസ്കോന്റെ അറ്റോർണിയാണ്. അപ്പൊ ആ സമയത്ത് പ്രഭുപാദ് ഇങ്ങനെ ബെഡ് റിഡൻ ആയിട്ട് കിടന്ന സമയത്ത് പ്രഭുപാദ് പറഞ്ഞു, എനിക്ക് ഭക്തി കിട്ടാൻ അങ്ങ് ബ്ലസ് ചെയ്യണം എന്ന് പറഞ്ഞു. സ്വന്തം ശിഷ്യനോട് പറഞ്ഞു. സ്വന്തം ശിഷ്യനോട് പ്രഭുപാദ് പറഞ്ഞു എന്നെ ബ്ലസ് ചെയ്യാൻ. പിന്നെ അഭിരാം പ്രഭു ചോദിച്ചു, പ്രഭുപാദ് ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്, ഞാൻ ഇങ്ങനെ അങ്ങ് ബ്ലസ് ചെയ്യാൻ പറ്റും? അങ്ങ് വൈഷ്ണവനാണ്, എന്നെ ബ്ലസ് ചെയ്യണം എന്ന്. അതാണ് പ്രഭുപാദ്. അപ്പൊ അതാണ് ഉത്തമാധികാരി സ്റ്റേജ്. അപ്പൊ അത് ആ മൂഡിലേക്ക് പ്രഭുപാദ് ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ് ആയപ്പോഴത്തേനും വന്നു. അപ്പൊ അതാണ് ഉത്തമാധികാരിയുടെ സ്റ്റേജ്. ഓ ഇരിക്കണം, കസേര കസേര. ഇപ്പം ശാസ്ത്രങ്ങളിൽ നല്ല അചഞ്ചലമായ വിശ്വാസം ഉത്തമാധികാരികൾക്കുണ്ട്. ഉത്തമാധികാരിക്ക് ഫെയ്ത്തും ഉണ്ട്, വിശ്വാസമുണ്ട്. മധ്യമാധികാരിക്ക് ഫെയ്ത്ത് ഉണ്ട്, ഉത്തമാധികാരിക്ക് ഫെയ്ത്ത് ഉണ്ട്, നോളജ് ഉണ്ട്.
മധ്യമധികാരിക്ക് ഫെയ്ത്ത് ഉണ്ട്, നോളജ് ഇല്ല. കുറച്ചേ ഉള്ളൂ. കനിഷ്ഠാധികാരിക്ക് ഫെയ്ത്തും ഇല്ല, നോളജും ഇല്ല. സ്റ്റേറ്റ്. ഇതാണ് അതിനെ കുറിച്ച് പറയാനുള്ളത്. ഇത് എസ് ആയിട്ട് ചോദിക്കുമോ എന്ന് എനിക്ക് അറിയത്തില്ല. ചോദിക്കാൻ പിന്നെ വേറൊരു ഇതെന്ന് വെച്ചാല് കനിഷ്ഠാധികാരിക്ക് ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഒരാളൊരു ചോദ്യം ചോദിച്ചാൽ, സംശയം ചോദിച്ചാൽ അത് പൂർണ്ണമായിട്ട് പറഞ്ഞു കൊടുക്കുക, അവരെ കൺവിൻസ് ചെയ്ത് പറയാനായിട്ട് പറ്റത്തില്ല കനിഷ്ഠാധികാരിക്ക്. മധ്യമധികാരിക്കും ബുദ്ധിമുട്ടാണ് കൺവിൻസ് ചെയ്യാൻ. ഒരു വിധത്തിലൊക്കെ അവർക്ക് പറയാൻ പറ്റും, പക്ഷെ ഉത്തമാധികാരികൾക്ക് പൂർണ്ണമായിട്ട് എല്ലാരെയും കൺവിൻസ് ചെയ്യാനുള്ള ഇതുണ്ട് അവർ. ഇത് ചോദിക്കാൻ സാധ്യതയുള്ളൂ, പക്ഷെ എസ് ആയിട്ട് ചോദിക്കത്തില്ല. ഇതിന്ന് കുറെ എണ്ണം എഴുതാനായിട്ട് പറയുമായിരിക്കും. ഇപ്പൊ ജ്ഞാനം വളർത്തിയെടുക്കേണ്ട വഴികൾ എന്തൊക്കെയാണെന്നുള്ളത് എഴുതാനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമായിരിക്കും. എസ് ആയിട്ട് ചോദിക്കുന്നത് എനിക്കറിയത്തില്ല. അത് ഇതിനകത്ത് എവിടെ പോകും? പ്രഭുപാദിന്റെ ആ മൂഡ് അറിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടെ ഇതിന് എവിടെ വരും? ഈ ബുക്കിനകത്ത് പറഞ്ഞാൽ മതി. ഇത് ഏത് പേജാണെന്ന് പറഞ്ഞു. ഒന്നാമത്തെ ഫ്ലോറിലാണ്. ജസ്റ്റ് ഞാൻ ഒന്ന് വായിച്ച, അപ്പം എപ്പോഴും ഈ ലോകത്തില് കമ്മ്യൂണിസ്റ്റുകാരും മുതലാളികളും തമ്മിൽ എപ്പോഴും വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പറയുന്നത് എല്ലാം സ്റ്റേറ്റിന്റെയാണ്. ഇപ്പൊ കേരളത്തില് കമ്മ്യൂണിസ്റ്റ് ഭരണമാണെന്ന് വെച്ചു. അപ്പൊ അവരുടെ ഇത് നടക്കത്തില്ല. നമ്മള് കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചാണ് ഭരണം നടക്കുന്നത്. പക്ഷെ അവരുടെ ചിന്ത ഇതാണ്, അവര് ലക്ഷ്യം കാണുന്ന ഇതാണ്, ഇതെല്ലാം സ്റ്റേറ്റിന്റെ അണ്ടറിലാണ് വരുന്നത്. നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നത് സ്റ്റേറ്റിന് വേണ്ടിയാണ്. ഇപ്പം എന്തും സ്റ്റേറ്റ് മേടിച്ചു വെക്കും. സ്റ്റേറ്റ് ആണ് നമുക്ക് ആവശ്യത്തെ വിതരണം ചെയ്യുന്നത്. അവിടെ അത് അങ്ങനെ ഇക്വാലിറ്റി കൊണ്ടുവരാം എന്നാണ് അവർ വിചാരിക്കുന്നത്. അതാണ് കമ്മ്യൂണിസത്തിന്റെ ഉദ്ദേശം. നമ്മളെല്ലാം വർക്ക് ചെയ്യും, നമ്മുടെ എല്ലാ അധ്വാനവും സ്റ്റേറ്റിന് കൊടുക്കും, സ്റ്റേറ്റ് എല്ലാം അത് ഈക്വലായിട്ട് എല്ലാവർക്കും വിതരണം ചെയ്യും. അതാണ് അവരുടെ ഐഡിയ. ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാല് നമ്മൾ വർക്ക് ചെയ്തതിനനുസരിച്ച് നമുക്ക് ഫലം കിട്ടണം. അതാണ് ക്യാപിറ്റലിസത്തിന്റെ അർത്ഥം. നമ്മൾ എന്താണ് ഇതെല്ലാം ചെയ്യുന്നത്, നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷിച്ചാണ് നമ്മൾ ചെയ്യുന്നത്, അതിന്റെ ഫലം നമുക്ക് കിട്ടണം. അപ്പൊ നമ്മൾ എന്തെങ്കിലും ബിസിനസ് ചെയ്ത് നമുക്ക് നല്ല ലാഭം ഉണ്ടായാൽ ആ ലാഭം ആ വ്യക്തിക്കാണ്. അതാണ് ക്യാപിറ്റലിസത്തിന്റെ അർത്ഥം. അപ്പം ഇവിടെ രണ്ടുപേരും ഇതും പരാജയപ്പെടും. കാരണം എന്താന്ന് വെച്ചാല് സ്റ്റേറ്റ് അല്ല എല്ലാത്തിന്റെ ഉടമസ്ഥൻ, ഭഗവാനാണ് എല്ലാത്തിന്റെ ഉടമസ്ഥൻ. സ്റ്റേറ്റ് ഉടമസ്ഥനായ അങ്ങനെ ചിന്തിച്ചത് കൊണ്ടാണ് USSR പരാജയപ്പെട്ടത്. സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളിപ്പോ കേരള സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്തോ അതിന്റെ അർത്ഥം? അവിടെ പിണറായി വിജയനും അങ്ങനെ കുറെ മന്ത്രിമാരും അവരാണ് സ്റ്റേറ്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവർക്ക് അതാണ്. അപ്പൊ അങ്ങനെ നമ്മള് സ്റ്റേറ്റ് ആണെന്ന് കമ്മ്യൂണിസ്റ്റുകാർ വിചാരിച്ചപ്പോഴത്തേന് അതെല്ലാം തങ്ങളുടെ ആസ്വാദനത്തിനാണെന്ന് USSRലെ ലീഡേഴ്സ് സ്വയം ചിന്തിച്ചു. അവര്
നമ്മൾ എന്ത് വർക്ക് ചെയ്താലും അവരതിനകത്ത് ഹൈ ആയിട്ടുള്ള പ്രിവിലേജ് എടുത്തു. അതിൽ നിന്നുള്ള അത് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തതിന് പകരം പ്രിവിലേജ്. അങ്ങനെയാണ് ഈ വിപ്ലവങ്ങൾ ഉണ്ടായത്. വിപ്ലവങ്ങൾ ഉണ്ടായി ആ ഭരണമാറ്റങ്ങൾ സംഭവിച്ചത്. എല്ലാം ഡീഗ്രേഡ് ചെയ്ത് പോയത്. ക്യാപിറ്റലിസം എന്ന് വെച്ചാൽ എല്ലാത്തിന്റെയും ലാഭം എടുക്കുക. അതിനകത്ത് എല്ലാത്തിന്റെയും മറ്റുള്ളവരിൽ നിന്ന് അവരെന്ത് ചെയ്താലും അതിൽ നിന്ന് ലാഭം എടുക്കുക എന്ന് മാത്രമാണ് ഉദ്ദേശം. അവിടെ എപ്പോഴും അസൂയയും ഇതും ഉണ്ടാവും. ഇതാണ് കമ്മ്യൂണിസം ആയാലും ക്യാപിറ്റലിസം ആയാലും. പക്ഷെ ഭാഗവത കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ചെയ്യുന്നത് ഭഗവാന് വേണ്ടിയാണ്. ഭഗവാന് വേണ്ടിയാണ് ചെയ്യുന്നത്. ഭഗവാൻ എല്ലാത്തിന്റെയും വേരായതുകൊണ്ട് ഭഗവാനെ നമുക്ക് സന്തോഷിപ്പിക്കുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കലി എല്ലാവരും സന്തോഷപ്പെടും. മാത്രമല്ല ഭഗവാനെ നമ്മൾ സ്നേഹിക്കുമ്പം ഓട്ടോമാറ്റിക്കലി ഭഗവാന്റെ അംശമാണ് എല്ലാവരും എന്ന് നമുക്ക് ബോധ്യം വരും. അപ്പൊ ആരോടും ഒരു അസൂയയോ ആരോടും അമിതമായ അറ്റാച്ച്മെന്റോ ഉണ്ടാവത്തില്ല. ഇപ്പൊ ഒരു അച്ഛൻ ഇവിടെ ഇരിക്കുകയാണ്, 10 കുട്ടികൾ ഇരിക്കുകയാണെങ്കിൽ ഒരു കുട്ടിയോട് പ്രത്യേക അറ്റാച്ച്മെന്റോ ഒരു കുട്ടിയോട് പ്രത്യേക എൻവിയോ ഒരു വ്യക്തിക്ക് ഉണ്ടാവത്തില്ല. ഇതെല്ലാം ഇപ്പൊ ഒരു വ്യക്തിയെ നോക്കുകയാണ്, ഒരു അച്ഛനുണ്ട്, അച്ഛന്റെ മക്കളാണ് എല്ലാവരും. അപ്പൊ അയാൾ പ്രവർത്തിക്കുമ്പം ഇതെല്ലാവരും അച്ഛന്റെ റിലേറ്റീവ് അല്ലെ ബന്ധുക്കളാണെന്ന് കാണും. അപ്പൊ ആ സമയത്ത് ആ വ്യക്തിക്ക് ഒരാളോട് പ്രത്യേകമായ അറ്റാച്ച്മെന്റോ ഒരാളോട് പ്രത്യേകമായ അസൂയ ഉണ്ടാവത്തില്ല. അവിടെയാണ് റിയൽ ആയിട്ടുള്ള ഇക്വാലിറ്റി നടക്കുന്നത്, ഒരേ സമനിലയിൽ കാണുന്നത്. അല്ലെങ്കിൽ USSR വിചാരിക്കുന്നത് ഇത് റഷ്യക്കുള്ളതാണ്, മറ്റ് യുക്രൈനുള്ളതല്ല എന്ന് വിചാരിക്കും. അപ്പം അവിടെ ഇൻഇക്വാലിറ്റി സംഭവിച്ചു. ഞാനിതിപ്പം എനിക്ക് ബുക്ക് ഒന്ന് വായിച്ചിരുന്നെങ്കിൽ എനിക്ക് ആ കോണ്ടെക്സ്റ്റിൽ പറയാമായിരുന്നു. ഞാൻ ജസ്റ്റ് ഐഡിയാസ് ആണ് പറയുന്നത്. അപ്പൊ ബുക്ക് നോക്കി അതിന്റെ അതേ വേർഡ്സ് എഴുതണം, എങ്കിലേ മാർക്ക് കിട്ടത്തുള്ളൂ. ഞാൻ ഇത് പറഞ്ഞു തരുന്നത് ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. ആണ് ബു. എന്നാൽ ആ ബുക്ക് ഭക്തിശാസ്ത്രിയുടെ ഒരു പ്രത്യേകത, നമ്മൾ മാർക്ക് കിട്ടാനുള്ള വഴി എന്ന് വെച്ചാൽ ബുക്കിലുള്ള കാര്യം എഴുതണം. കാരണം ബുക്കിലുള്ളത് എഴുതണം. ബുക്കിലുള്ള എഴുതിയില്ലെങ്കിൽ മാർക്ക് കിട്ടത്തില്ല. കാരണം വെച്ചാല് ബുക്ക് വായിപ്പിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഭക്തിശാസ്ത്രി. അതാണ് ഭക്തിശാസ്ത്രം. അപ്പൊ ബുക്കിലുള്ള സെന്റൻസ് വേർഡ്സ് എഴുതിയാലേ അതിന് നമുക്ക് കറക്റ്റ് മാർക്ക് കിട്ടത്തുള്ളൂ. അതിന് നമുക്ക് കുറച്ച് അപ്പുറത്തപ്പുറത്ത് നമ്മുടെ റിയലൈസേഷന് ഷെയർ ചെയ്യാം. പക്ഷെ ബുക്കിലുള്ളത് എഴുതുമ്പോഴാണ് നല്ല മാർക്ക് കിട്ടുന്നത്. അല്ലെങ്കിലും മാർക്ക് തരും, പക്ഷെ ഒരു വ്യക്തിക്ക് നല്ല മാർക്ക് കിട്ടണമെങ്കിൽ ബുക്കിൽ അതേ സെന്റൻസ് എഴുതണം. അതേ സെന്റൻസ് എഴുതിയില്ലെങ്കിലും അതേ ആ ഒരു മൂഡ്, ആ പ്രഭുപാദിന്റെ വേർഡിങ്സിന്റെ ആ രീതിയിൽ എഴുതാം. അതുകൊണ്ടാണ് അവർ ഇടയ്ക്കിടയ്ക്ക് ഈ ശ്ലോകങ്ങളിലെ ചില ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ ഈ വേർഡ്സ് ഒക്കെ ചോദിക്കുന്നത്, അതിന്റെ അർത്ഥം എന്താണ്, നമ്മളത് വായിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ്. ഭക്തിശാസ്ത്രിയുടെ ഉദ്ദേശം നമ്മൾ ആ ബുക്ക് തറവായിട്ട് പഠിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. ഇപ്പൊ പല ആൻസേഴ്സും ഒക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാൻ കോൺസെപ്റ്റ് മനസ്സിലാക്കി തരുവാണ്. പക്ഷെ ബുക്കിലെ ആ വേർഡ്സ് എഴുതുമ്പോഴാണ് കറക്റ്റ് മാർക്ക് കിട്ടുന്നത്. അപ്പൊ അതിനകത്ത് ക്യാപിറ്റലിസ്റ്റിക് കമ്മ്യൂണിസ്റ്റിന്റെ ഈ ഒരു പാരഗ്രാഫിൽ എഴുതിയിട്ടുണ്ട്. അത് വായിച്ചു നോക്കിയാൽ കറക്റ്റ് ആയിട്ട് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. അതാണ്. അതുമുണ്ട്. അത് ഈശാവാസം. അപ്പൊ അതും അതും ആ ഒരു ഇതിലും കൂടെ നമുക്ക് പറഞ്ഞാല് ഇപ്പൊ എല്ലാം ഈശാവാസ്യം ഇതം സർവം യത്യഞ്ചൻ ജഗത്യൻ ജഗത് തേന തിക്തേന പൂഞ്ചിത മാകൃത കശ്യസദനം. അപ്പൊ എല്ലാത്തിന്റെയും ഓണറാണ് ഭഗവാൻ. അപ്പൊ ഭഗവാന് എല്ലാവരും ഈക്വൽ ആണ്. നമ്മുടെ കർമ്മം അനുസരിച്ച് ചില കാര്യങ്ങൾ നമുക്ക് കൂടുതൽ കിട്ടും. നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ പുണ്യപ്രവർത്തികൾ ചെയ്താൽ നമുക്ക് ചിലപ്പം അതിനനുസരിച്ചുള്ള കോട്ട നമുക്ക് കിട്ടും. പക്ഷെ അതിലൊരിക്കലും ഒരു ക്യാപിറ്റലിസ്റ്റിനോട് നമ്മൾ എൻവി ആവാൻ പാടില്ല. അയാൾക്ക് അത്രയും പണം കിട്ടി, അയാൾക്ക് അത്രയും കുടുംബ സ്വത്ത് കിട്ടിയത് അയാൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തതിന്റെ ഫലമായിട്ടാണ് അയാൾക്ക് കിട്ടിയിരിക്കുന്നത്. അതിൽ നമ്മൾ എൻവി ആവാൻ പാടില്ല. അതേസമയം ക്യാപിറ്റലിസ്റ്റും തനിക്ക് ഇത്രയും ധനം കിട്ടി എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ പൈസ എടുത്ത് വാങ്ങാനും പാടില്ല. പൈസ കൈക്കല മുതലാക്കാനും പാടില്ല. അത് ചെറിയൊരാൾക്ക് അത്രയും ഉണ്ടെങ്കിൽ അത്ര അതിൽ അവര് തങ്ങൾക്കുള്ളത് വെച്ച് അവര് സാറ്റിസ്ഫൈഡ് ആണ്. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞ അതിനാൽ മനുഷ്യജന്മം സിദ്ധിച്ചയാൾ പരമപ്രഭുവിന്റെ അധീശത്വം അംഗീകരിക്കുക എന്നത് അനിവാര്യമാണ്. അയാൾ ഭഗവാന്റെ ഭക്തനായി തീർന്നു തന്റെ സകല വസ്തുക്കളും ഭഗവത് സേവനത്തിനായി സമർപ്പിക്കുകയും ഉച്ഛിഷ്ടം പ്രസാദമായി കൈക്കൊള്ളുകയും വേണം.
ഇവിടെ പ്രഭുപാദരുടെ ഭാവം എന്താണ്, ഉദ്ദേശം എന്താണ്, ഇങ്ങനെ ഉദാഹരണം എന്നുള്ള രീതിയിൽ ക്ലാസിന്റെ ഇടയിൽ പറഞ്ഞു കൊടുക്കുന്നത്. ഇതില് പ്രഭുപാദിന്റെ ഭാവം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നല്ല. മൂന്ന് കാര്യങ്ങളാണ് പ്രഭുപാദ് ഇതിനകത്ത് പറയുന്നത്. ഒന്ന്, ഒരു ഭക്തനായി തീരണം, സകല വസ്തുക്കളും ഭഗവാന്റെ സേവനത്തിനായിട്ട് സമർപ്പിക്കണം, പ്രസാദം കഴിക്കണം. മൂന്ന് കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. പ്രസാദം കഴിക്കണം, അങ്ങനെ ചെയ്യുന്ന വഴി തന്റെ ചുമതലകൾ നിറവേറ്റപ്പെടുന്നു. അപ്പൊ നമുക്കിതിനകത്ത് പ്രഭുപാദിന്റെ ഭാവം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. പ്രഭുപാദ് ഈ പ്രസ്ഥാനം സ്ഥാപിച്ചിരിക്കുന്നത് തന്നെ ഈ ഒരു മൂന്ന് കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. നമ്മളെല്ലാം ഡിവോട്ടി ആക്കാനായിട്ട്, ഭഗവാന്റെ ഭക്തന്മാരായിട്ട് ഭഗവാന് വേണ്ടി സറണ്ടർ ചെയ്യാൻ, ഭഗവാന് വേണ്ടി പ്രവർത്തിക്കാനായിട്ട്, പ്രസാദം കഴിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തരാനായിട്ട്. അപ്പൊ അങ്ങനെ നമ്മളെ ഇത് മൂന്നും ചെയ്യുന്നത് വഴി എന്താണ് അതിനകത്ത് ഗുണം എന്ന് വെച്ചാൽ, നമ്മൾ ഇതെല്ലാം നമ്മുടെ നാച്ചുറൽ കാര്യങ്ങളാണ്. ഇത് നമ്മൾ സ്പിരിച്വൽ വേൾഡിൽ നമ്മൾ എല്ലാവരും ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മൾ അതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ലോകത്തിൽ ഇത്രയും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നത്. നമ്മൾ നാച്ചുറലി ഭഗവാന്റെ ഭക്തന്മാരായിരുന്നു, ഭഗവാന് വേണ്ടി എല്ലാം സമർപ്പിച്ച് ജീവിച്ച വ്യക്തികളായിരുന്നു, ഭഗവാന്റെ ഉച്ഛിഷ്ടമായിരുന്നു നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിൽ നിന്ന് മാറിയത് കൊണ്ടാണ് നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ ഈ കഷ്ടപ്പാടുകളെല്ലാം വരാനായിട്ട് കാരണം. അപ്പൊ അതിനെ നമ്മളെ തിരിച്ച് ട്രെയിൻ ചെയ്യിപ്പിക്കാനാണ് പ്രഭുപാദ് ഈ പ്രസ്ഥാനം നമുക്ക് സ്ഥാപിച്ചു തന്നത്. അപ്പൊ ആദ്യം മുതലേ പ്രഭുപാദ് നമുക്ക് ഈ ഓരോ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മളെ നമ്മൾ എന്തായിരുന്നോ അതിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുവരാൻ. ഒരു മീൻ, വെള്ളത്തിൽ കിടക്കുന്ന മീൻ കരയിലേക്ക് വീണു കഴിഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെടും. പക്ഷെ ആ മീനിനെ തിരിച്ച് വെള്ളത്തിലിട്ട് അത് എപ്പോഴും സന്തോഷവും ഹാപ്പി ആയിരിക്കും, എനർജറ്റിക് ആയിരിക്കും. അപ്പൊ അതിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രോസസ്സാണ് ഇസ്കോൺ അല്ലെങ്കിൽ ഭക്തിയുടെ സേവനം ചെയ്യുന്നത്. ഇതാണ് അതിൽ നിന്ന് പ്രഭുപാദിന്റെ ഭാവം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അവര് ഒരു ഓർഡറിൽ പറഞ്ഞല്ല, ഇടയ്ക്കിടയ്ക്ക് ഇത് മൂന്നെണ്ണം ഡിസ്കസ് ചെയ്താൽ പോരെ ഇത്, അല്ലെങ്കിൽ നമുക്ക് സമയം ഒരുപാട് പോകും. എന്റെ ആവുകയാണെങ്കിൽ പറയണത് 40 മിനിറ്റ് നോക്കിയിട്ട് പറഞ്ഞു. ഇത് ഈ ചെറിയ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് അത് നോക്കി എഴുതാവുന്നതേ ഉള്ളൂ. അത് പ്രശ്നമില്ല. ജസ്റ്റ് അതിന്റെ പേജ് നമ്പർ അവർ കൊടുത്തിട്ടുണ്ടാവും. ജസ്റ്റ് അത് നോക്കി പ്രഭുപാദ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ അത് നോക്കി എഴുതാവുന്നതേ ഉള്ളൂ. എസ്സേ എങ്ങനെ എഴുതണം, കാരണം നമ്മൾ ഫസ്റ്റ് ഒരു വട്ടം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം പഠിക്കാൻ എളുപ്പമാണ്. എസ്സേ മാത്രം. തുറന്ന പുസ്തക ചോദ്യങ്ങള്. ഈശാവാസ്യ സിദ്ധാന്തത്തെ സമൂഹത്തിൽ പൊതുവെ, ഇസ്കോണിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള വഴികൾ, അതിലൂടെ ലഭിക്കുന്ന പ്രയോജനങ്ങൾ എന്നിവയെ കുറിച്ച് നിങ്ങളുടെ സ്വന്തം വാക്കുകൾ. എസ്സേ ആയിട്ട് ചോദിക്കും. അല്ലാതെ എടുക്കാൻ നമുക്ക് പറ്റത്തില്ല.
അപ്പം ഇതിനകത്ത് അവര് ഓപ്പൺ ബുക്കിൽ ചോദ്യം അതാണ് അതിന്റെ അങ്ങോട്ടാണ് ചോദിച്ചത്. ഒരു വ്യത്യാസം വരുത്തിയാണ് ചോദിച്ചത്. അന്നിങ്ങനെ ഈശാവാസ സിദ്ധാന്തം നിങ്ങളുടെ സ്വജീവിതത്തിൽ എങ്ങനെ ആ ടൈപ്പ് ലെവലിലാണ് ചോദിച്ചത്. ഇതൊക്കെ തന്നെയാണ്. അതെ, കഴിഞ്ഞ വട്ടം ഇങ്ങനെ ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈശാവാസ്യ സിദ്ധാന്തത്തെ സമൂഹത്തിൽ പൊതുവെ ഇസ്കോണിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള വഴികൾ, അതിലൂടെ ലഭിക്കുന്ന പ്രയോജനങ്ങൾ എന്നിവയെ കുറിച്ച് സ്വന്തം വാക്കുകളിൽ വിവരിക്കുക. വിവരണത്തിൽ 1 മുതൽ 3 വരെയുള്ള മന്ത്രങ്ങളും ഭാവാർത്ഥങ്ങളും കുറിപ്പുകളും ഉൾപ്പെടുക. ഇങ്ങനെ എസ്സേ ചോദിക്കുകയാണ് 20 മാർക്കിനൊക്കെ ഉണ്ടെങ്കിലും ആ ശ്ലോകം കോട്ട് ചെയ്ത് നമുക്ക് എഴുതാൻ കഴിയും. ശ്ലോകം കൂടെ കോട്ട് 10 മാർക്ക്. സമയം ഉണ്ടെങ്കിൽ എഴുതുമ്പോ അത്രയും ഇത് കിട്ടും മാർക്ക്. പക്ഷെ അതാണ് ഇവർക്ക് രണ്ടുപേർക്കും കഴിഞ്ഞല്ലേ. അപ്പൊ അവര് പറയുന്നത് ഈ ഓപ്പൺ ക്വസ്റ്റ്യൻ തന്നെയാണ് എസ്സേ ആയിട്ട് ചോദിക്കുന്നതെന്നാണ് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അങ്ങനെയാണ് ചോദിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ അത് ഡിസ്കസ് ചെയ്ത് ഇപ്പൊ ഓപ്പൺ ബുക്ക് എഴുതി കഴിഞ്ഞാൽ തന്നെ നമുക്കത് അറിയാൻ പറ്റും, എങ്ങനെ അത് എഴുതണ്ടേന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പം എക്സാമിന് മുമ്പേ ഇതൊന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചിലപ്പോൾ എസ് എഴുതാൻ പറ്റും. ഈ 3 ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്ത് നോക്കി എഴുതിയിട്ട് എക്സാമിന് മുമ്പ് പോയാൽ അത് ചിലപ്പോൾ അതിൽ നിന്നായിരിക്കും മിക്കവാറും ചോദിക്കുന്നത്. അത് എഴുതാൻ പറ്റും. ഇല്ല, എന്തായാലും ഓപ്പൺ ബുക്ക് എഴുതി വെക്കണമല്ലോ. ബ്രോ, ഓപ്പൺ ബുക്ക് സബ്മിറ്റ് ചെയ്യണ്ടേ, ഇത് നോക്കി എഴുതി കൊടുക്കണ്ടേ അവർക്ക്. അപ്പൊ ഇതിന്റെ ആൻസർ നമ്മൾ കണ്ടുപിടിച്ച് വച്ചിരുന്നാൽ അതേ ബേസിസിലായിരിക്കും എസ്സേ ചോദിക്കുന്നത്. അപ്പൊ ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഒന്ന് വേറെ ആയിരിക്കും. പിന്നെ ഓപ്പൺ ബുക്ക് ചോദ്യം എഴുതാൻ നമുക്ക് വേറെ ചോദ്യം ഇവർക്ക് കൊടുത്തു. എക്സാമിന്റെ അന്ന് വേറെ 2 കൊടുത്തു. ഇതല്ല, ഇത് മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഓപ്പൺ ക്വസ്റ്റ്യൻ എഴുതേണ്ടത് എക്സാമിന്റെ അന്ന് കിടക്കുകയായിരുന്നു. അത് ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു. എക്സാമിന് അന്നേ തരത്തുള്ളൂ. ഇതൊരു മാതൃകാ ചോദ്യം. ഇപ്പൊ ഇത് എങ്ങനെയാണ് നമുക്ക് എഴുതണ്ടേന്ന് നമ്മൾ അറിഞ്ഞിരിച്ചാൽ അതേപോലെ എഴുതാൻ നോക്കുക. ഇപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാല് നമ്മൾ ആദ്യം ഈശാവാസ്യ സിദ്ധാന്തത്തെ സമൂഹത്തിൽ പുറമെ ഇസ്കോണിൽ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ അത് പ്രാവർത്തികമാക്കാൻ. അപ്പൊ ഈശാവാസ്യ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ എന്തായിരിക്കണം? ഈശാവാസ്യ സിദ്ധാന്തം എന്താണെന്ന് നമ്മൾ എഴുതണം. അതായിരിക്കും എസ്സേ എഴുതുമ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ എഴുതേണ്ടത്. ഈശാവാസ്യ സിദ്ധാന്തം ഈശാവാസ്യം എന്ന് പറഞ്ഞാൽ എന്താന്ന് ജസ്റ്റ് അപ്പോഴേ ആലോചിക്കും. ഈശാവാസ്യം എന്ന് വെച്ചാൽ എല്ലാം ഈശ്വരന്റെ നിയന്ത്രണത്തിലാണ്. ഈശ്വരൻ അതനുസരിച്ച് എല്ലാവർക്കും ഓരോ കോട്ട നൽകിയിട്ടുണ്ട്. എല്ലാവരും അവരുടെ കോട്ടയിൽ തൃപ്തനാകണം, മറ്റുള്ളവരുടെ ഇതില് കൈകടത്താനായിട്ട് പാടില്ല. ഇതാണ് ഈശാവാസ്യ സിദ്ധാന്തം. അപ്പൊ എന്നിട്ട് നമ്മൾ നമ്മൾ ബേസ് ചെയ്തിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് വരിക. സമൂഹത്തിൽ പൊതുവെ അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്? ഇപ്പൊ സമൂഹത്തിൽ കാണുന്നത് എന്തൊക്കെയാണ്? അഴിമതി, അക്രമം, സ്വജനപക്ഷപാതം, ഇതെല്ലാം ഒക്കെയല്ലേ നമ്മൾ സമൂഹത്തിൽ കാണുന്നത്. അപ്പൊ ഈശാവാസ്യ സിദ്ധാന്തം ഫോളോ ചെയ്താൽ എല്ലാ ഈശ്വരന്റെ